വലിയ ഒരു മനുഷ്യനെയാണ് എനിക്ക് ഇന്നിപ്പോൾ അസുലഭമായൊരു ഭാഗ്യമായിട്ട് കരുതിയാണ് ഇവിടെ പരിചയപ്പെടുത്താൻ വിളിച്ചിരിക്കുന്നത്. മറച്ചു വെച്ചൊന്നും പറയുന്നില്ല. എ മാൻ ഹു ഷൈൻസ് ലൈക്ക് എ ഭാസ്കർ. ഒരു സംശയമില്ല, സൂര്യനെ പോലെ നക്ഷത്രത്തെ പോലെ തന്നെ തിളങ്ങുന്ന ഒരു മനുഷ്യൻ. ജൂനിയർ ജമ്പർ ഇന്റർനാഷണലിന്റെ നേട്ടം ഒരു ഇന്ത്യയിലെ നഷ്ടമാണ് നമുക്കറിയാം. കാരണം പ്രപ്രയാറ് അവിടെ ഒരു ചാർട്ടർ മെമ്പറായിട്ട് ചേർന്ന് അവിടെ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള നമ്മളുടെ മുഖ്യ അതിഥിയുടെ നമ്മളുടെ തന്നെ പ്രിയപ്പെട്ട ഞാൻ ഷൈൻ എന്ന് തന്നെ വിളിക്കുക, ക്ഷമിക്കണം. വളർച്ച എന്ന് പറയുന്നത് ഇന്നിമിറ്റബിൾ ആയിരുന്നു, അല്ലെങ്കിൽ അസൂയാവഹമായിരുന്നു. നമുക്ക് കോതമംഗലത്ത് നിന്ന് 120 കിലോമീറ്റർ വണ്ടി ഓടിച്ച് നാട്ടികയിലെ സ്കൂളിൽ ഇൻസ്റ്റലേഷന് പോവുകയും അതിനുശേഷം സോണിന്റെ നടന്ന സ്പേസ് ക്രാഫ്റ്റിലും അതുപോലെ സോണിലേക്ക് സ്പഷ്ടമൊക്കെ അവിടെ പങ്കെടുക്കുമ്പോൾ അതിന്റെ പ്രേരണ അന്ന് അധികം ഒന്നും വർത്തമാനം പറയില്ലാത്ത നമ്മുടെ ഷൈൻ സാറായിരുന്നു. ഉണ്ടാക്കിയ ഊഷ്മളമായ ബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ തികഞ്ഞ തറവാടിത്തത്തിന്റെ മുഖ്യപത്രമാണ് എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. 2005 സോൺ പ്രസിഡന്റ് ആയത് അതിൽ ഒന്നുമില്ലാതെ ഒരു ബ്ലാക്ക് ബേസിൽ വരിക. അവിടെ അതിനു മുമ്പ് സോൺ വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പോലും നമ്മളിൽ പലരും ഉണ്ടായിരുന്നവരിൽ പലരും പ്രഡിക്റ്റ് ചെയ്തു he is not only for India but also for the JCI എന്ന് പറഞ്ഞതാണ്. അത് നമ്മൾ ഒരാളല്ല പലരും പറഞ്ഞ. അവിടെ മുതൽ അദ്ദേഹം പഠിക്കുകയായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അദ്ദേഹം സോൺ വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അതുപോലെ സോൺ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും പലപ്പോഴും എന്നെ അന്ന് വിളിക്കുമായിരുന്നു. ഞാൻ ഈ ടീച്ചിങ് പ്രൊഫഷണൽ ആയതുകൊണ്ടായിരിക്കാം ചില കാര്യങ്ങളിൽ സംശയം വരുമ്പോൾ അദ്ദേഹം വിളിക്കും. ഇപ്പോഴും ചിലപ്പോൾ അദ്ദേഹം വിളിക്കാറുണ്ട്. ഒത്തിരി സന്തോഷം തോന്നുന്ന നിമിഷമാണ്. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ്, സോൺ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പിന്നീട് സോണിലോ അല്ലെങ്കിൽ മറ്റേ സോണിലോ നടന്നിട്ട് പോലെ ഒരു അൺറെപ്രസെന്റഡ് ഏരിയ അരുണാചൽ പ്രദേശില് നമ്മളൊരു ലോകം തുടങ്ങിയത്. എത്ര പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. Systematic worker, Rakesh Sharma, our beloved Swan President, Sudhin Ashok, the trainer who was taking us for the outdoor activities, Sri Kiran, and the Priya, JC Surthakale, trainer Malik. കണ്ടില്ലേ എൻ്റെ പടം വെച്ച് വലുതാക്കി വെച്ചടിച്ചിട്ടുള്ളത്? ഇതാരും ചെയ്തില്ലെന്നറിയോ? ഞാനും ചെയ്തിട്ടുള്ളത്. ആരൊക്കെ എന്ത് ചെയ്താലും കഴിഞ്ഞ കൊല്ലം ഇതായിരുന്നു പരിപാടി. മൈലേജ് മൊത്തം ആർക്ക്? മാരാർക്ക് കൊട്ടിയെല്ലാം ചെണ്ടയ്ക്ക് അല്ലേ? എന്തായാലും വളരെയധികം സന്തോഷം എല്ലാവരും ട്രെയിനേഴ്സിനെയൊക്കെ കാണാൻ സാധിച്ചതിലും. സോൺ 20 വല്ലാണ്ട് പുരോഗമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. 2004 or 2005 തോന്നുന്നു കോളഞ്ചേരിയിൽ സോൺ ട്രെയിനേഴ്സ് അപ്ഡേറ്റ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. 15 പേരെ ഞങ്ങളുണ്ടായിരുന്നു. ഇന്ന് 10-40 പേര് ട്രെയിനർമാരെന്ന് വന്നിട്ട് സോൺ 20 ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു അച്ചീവ്മെന്റാണ് സോൺ 20ക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര ആശങ്ക തോന്നുന്നുണ്ട്. രകേഷ് പറഞ്ഞത് സോൺ ട്രെയിനേഴ്സിനുള്ള ഒരു ടൂളാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ ഇതിൻ്റെ ഉള്ളിലുള്ള ടൂൾ എന്ന് ചോദിച്ചപ്പോൾ 40 ട്രെയിനിങ്ങിന്റെ മൊഡ്യൂളിന്റെ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പൊ ഇവര് ഇന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കട്ട് ആൻഡ് പേസ്റ്റ് മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇതിനെടുക്കുക പേസ്റ്റ് ചെയ്യുക, ഇതിനെടുക്കുക പേസ്റ്റ് ചെയ്യുക, അങ്ങനെയാവോ? പിന്നെ എന്താ പറയാ, ജയഗോപാല സംസാരിച്ചപ്പോഴാണ് ലോഗിൻ മുറകളുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ എവിടെ ട്രെയിനിങ്ങിന് പോകണു, ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുറ വേണമല്ലോ നമുക്ക് രക്ഷപ്പെടണ്ടേ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സജ്ജരാക്കിയിട്ടാണ് ഇവിടുന്ന് വിടുന്നത്. ധൈര്യപൂർവ്വം പോവുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നേരിടുക എന്നുള്ളത്. എന്തായാലും വളരെയധികം സന്തോഷം. ശനിയും ഞായറും നമുക്ക് ആകെ കൂടി വീട്ടിലിരിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ കൂടെ ഇരിക്കാനുള്ള ഒരു ദിവസമാണ് ശനി ഞായർ എന്ന് പറയുന്നത്. ആ ശനി ഞായറും ഡെഡിക്കേറ്റ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ അത് ഞാൻ എപ്പോഴും പറയും, അത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഡെഡിക്കേഷനാണ് എന്ന് പറയും. അങ്ങനെ സാറ്റർഡേയും സൺഡേയും മുഴുവനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് വളരെ അകലെന്ന് വരെ വന്നിട്ടുണ്ട് ഇവിടെ. അവർ ഞാൻ വീട്ടിലെത്തുമ്പോൾ പാതിരാത്രിയാവും. അത്രയും ഡെഡിക്കേഷനോട് കൂടിയിട്ട് ഇവിടെ വന്ന് നമ്മുടെ സോൺ ട്രെയിനേഴ്സ് ഇതിൽ അറ്റൻഡ് ചെയ്തതിന് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.
ഞാൻ 2011 സോൺ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് നേപ്പാളില് ലീഡർഷിപ്പ് അക്കാദമി എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു പ്രോഗ്രാം കൊണ്ടുപോകണം. അന്ന് കാലത്ത് ശനിയാഴ്ച കാലത്ത് 8:30 തുടങ്ങിയ ഒരു പ്രോഗ്രാം അവ ഇനാഗ്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് തന്നെ കുറെ ചാപ്റ്ററുകൾ വിസിറ്റിൽ കൊണ്ടുപോയിട്ട് സൺഡേ നൈറ്റ് ഒരു 8 മണിയോട് കൂടിയിട്ടാണ് അവരെ ക്ലോസിംഗ് സെറമണി. ഞാൻ നാച്ചുറലി വിചാരിച്ചു, നമുക്കറിയാലോ 2 ദിവസത്തെ പ്രോഗ്രാം നമ്മൾ സോൺ കോൺഫറൻസ് ഒക്കെ കാണുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഫുൾ പാക്ട് 700-800 പേര് ഇരിക്കുന്നത്. രണ്ടാമത്തെ ദിവസം നമുക്ക് കാണാം ഒരു 50-60 പേര് ചുരുങ്ങി നിൽക്കുന്നത്. പക്ഷേ എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു ലീഡർഷിപ്പ് അക്കാദമി ആയിരുന്നു ആ നേപ്പാളിൽ നടന്നത്. കാലത്ത് എത്ര പേരുണ്ടോ, ശനിയാഴ്ച കാലത്ത് എത്രയുണ്ടോ അതിന് അത്രയ്ക്ക് തന്നെ ആളുകൾ ഞായറാഴ്ച ക്ലോസിംഗ് സെറമണിക്ക് ഞാൻ ചെല്ലുമ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനെ ഞെട്ടിച്ച ഒരു കാര്യം. ഞാൻ ഇന്നലെ പ്രോഗ്രാം തുടങ്ങിയെന്ന് പറഞ്ഞ് രകേഷിനെ വിളിച്ചിരുന്നു. നിജോയ് വന്ന് ഇവിടെ ട്രെയിനർ വന്ന് സംസാരിച്ചു പോയതിനു ശേഷം എന്നെ വിളിക്കിട്ടായിരുന്നു. ഭരത് സാറ് വന്ന് സംസാരിച്ചതിന് ശേഷം എന്നെ വിളിക്കിട്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 40 above ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് എന്നെ വിളിച്ചു എപ്പോഴും സാർ എത്തുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഐ ബി റീച്ചിങ് അറൌണ്ട് 3:30 എന്ന് പറയുമ്പോഴും ഞാൻ ചോദിച്ചു എത്ര പേരുണ്ടെന്ന്. മോർ ദാൻ 40. പറഞ്ഞു വാവ്, അത് വലിയൊരു ഡെഡിക്കേഷൻ ആണല്ലോ, വലിയൊരു കാര്യമാണല്ലോ. ഇന്നലെ വന്ന ആളുകൾ മുഴുവൻ ഇന്നേക്ക് ഉണ്ടാവാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ട്രെയിനിങ്ങിനോട് കാണിക്കുന്ന ആത്മാർത്ഥത വളരെയധികം പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ടച്ച് ചെയ്യാനാണ് നമ്മൾ ട്രെയിനിങ് സാധിക്കുക. JCIയുടെ ഏറ്റവും വലിയൊരു ടൂൾ തന്നെ ട്രെയിനിങ് തന്നെയാണ് നമുക്ക് പറയാം. മിഷൻ നമ്മൾ പറയാറില്ല എപ്പോഴും ടു പ്രൊവൈഡ് ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഇതൊക്കെയാണ് നമ്മുടെ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് പല കിട്ടുന്ന ഒരു പ്രൊജക്റ്റുകളും പ്രോഗ്രാമുകളും ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ തന്നെ ഒരു മറ്റൊരു വ്യക്തിത്വമാക്കി മാറ്റുകയാണ്. ടു എംപവർ യങ് പീപ്പിൾ. നമുക്ക് ഇനി ആ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടിയേക്കാണ്. ശ്രീകരനും ശ്രീകാന്തും അതുപോലെ തന്നെ ഭരത്ദാസും നിച്ചോയും ഒക്കെ വന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ അപ്ഡേറ്റ് ചെയ്ത് എടുത്തിട്ട് ഇനി നമ്മൾ പോകുമ്പോൾ അതിലും ലോഗിൻ മുറകൾ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അവിടെ എത്തി നമ്മൾ അതിൻ്റെ ഒരു വലിയൊരു ഗ്രൂപ്പിനെ നമ്മളുടെ ഒരു മെസ്സേജ് ഡെലിവറി ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മൾ സാധാരണ നമുക്ക് JCയിൽ പലതരത്തിലും നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. സാധാരണ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്, ചാപ്റ്റർ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സോൺ ലെവലിൽ മെമ്പർഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നാഷണൽ തലത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും ഈ ട്രെയിനേഴ്സിന് ഇമ്പാക്ട് ചെയ്യുക എന്ന് പറയുന്നത്, ട്രെയിനേഴ്സിന് ഇമ്പാക്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മറ്റുള്ള ഇമ്പാക്റ്റിനേക്കാളും അതിന്റെ ഒരു പടി മുകളിൽ ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നമുക്ക് വേറൊരു തലങ്ങളിലേക്ക് എത്തി അല്ലെങ്കിൽ കുറെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളെ ട്രെയിനേഴ്സിന്റെ വലിയൊരു ഗുണം. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഗുണം നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കണം. നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മൾ ട്രെയിനിങ്ങിന് പോയി അല്ലെങ്കിൽ സോൺ ട്രെയിനേഴ്സ് വർക്ക്ഷോപ്പ് കഴിഞ്ഞു അല്ലെങ്കിൽ നാഷണൽ ട്രെയിനേഴ്സ് സെമിനാർ കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ട്രെയിനിങ്ങിന് മാത്രമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ട്രെയിനിങ്ങിൽ എങ്ങനെയാണ് പവർ പോയിന്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ എപ്പോഴും ട്രെയിനിങ് ഓറിയന്റഡ് ആയിട്ട് മാത്രം ചെയ്യുന്നതിന് പകരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം. അതാണ് തമ്പിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ, നമുക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ടിപ്സ് ആൻഡ് റിസോഴ്സസ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടത്. സൗത്ത് ആഫ്രിക്കയിൽ 2011 ഞാൻ വിസിറ്റ് നടത്തുമ്പോൾ ഒരു സെനറ്റർ ലേഡിയുടെ വീട്ടിൽ ഞങ്ങൾക്കൊരു ഡിന്നർ ഹോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ലേഡി പറയായിരുന്നു, ഞാൻ JCയിൽ വന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇവിടെ ഞങ്ങളുടെ സൗത്ത് ആഫ്രിക്കയിലെ പാർലമെന്റിൽ നടക്കുന്ന ജനറൽ അസംബ്ലി മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തുകൊണ്ട്? നമ്മളെ ഇന്റർനാഷണൽ നടക്കുന്ന ജനറൽ അസംബ്ലിയും അല്ലെങ്കിൽ അവരുടെ കൺട്രിയിൽ നടക്കുന്ന ജനറൽ അസംബ്ലിയും ഒരേപോലെയാണ്. അപ്പൊ നമുക്കത് കോറിലേറ്റ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലും ഒക്കെ അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്ന് വേണം പറയാൻ. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ട്രെയിനിങ്ങിൽ മാത്രമല്ല, നമ്മൾ പോയിട്ട് ട്രെയിനിങ്ങിൽ ചെയ്യുക മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ, ഞാനൊരു ടീച്ചറാണ് അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ്സുകാരനാണെങ്കിൽ എങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നത് നമുക്ക് നോക്കണം. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയും, മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഈ ഒരു റൂമിൽ അടച്ചു കൂട്ടിയിട്ടുള്ള റൂമിൽ നിന്ന് വായു മൊത്തം പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ആ സമയത്ത് എന്താണ് നമുക്ക് ആവശ്യം വരിക? നമുക്ക് ശ്വസിക്കാൻ പ്രാണവായു വേണം.
അതാണ് നമ്മളുടെ മോട്ടിവേഷൻ. നമുക്ക് അവിടെ എന്താണ് ആവശ്യം അത് കൊടുക്കുമ്പോഴാണ് മോട്ടിവേറ്റഡ് ആവുക ആളുകളെ. അത് തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ട്രെയിനേഴ്സ് എപ്പോഴും നമ്മൾ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം, അവർക്ക് എന്താണ് വേണ്ടത്. അതും നമ്മളുടെ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് പറയണം. വേറൊരു ആളുടെ ലൈഫിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും അതൊരു ഇഫക്റ്റീവ് ആവില്ല. ജർമ്മനിയിൽ ഞാൻ പോസ്റ്റാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വിസിറ്റ് നടത്തപ്പോൾ ഒരു കോളേജ് കാണിച്ചിട്ട് എൻ്റെ ടൂർ കോർഡിനേറ്റർ പറഞ്ഞു, ദിസ് ഈസ് ദ പ്ലേസ് വേർ ആൽബർട്ട് ഐൻസ്റ്റീൻ സ്റ്റഡി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അതിങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞ് കോളേജൊക്കെ കാണിച്ചിട്ട് അതിനുശേഷമുള്ള യാത്രയിൽ അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയുണ്ടായിരുന്നു. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പടങ്ങൾ കണ്ടിട്ടുള്ള എല്ലാവരും ഉണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും അറിയാമല്ലോ ആൽബർട്ട് ഐൻസ്റ്റീനെ. വല്ലാണ്ട് മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ടോപ്പിക് ചിലപ്പോൾ ഓപ്പൺ ആയി വരുന്നതാണ്. അതൊരു യൂണിവേഴ്സിറ്റി കാണിച്ചു. അതിനുശേഷം പിന്നെ ആ യാത്രയിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പല കാര്യങ്ങളും ഞങ്ങളോട് ഷെയർ ചെയ്യുന്നു. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീനും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഡ്രൈവറും ഒരേപോലെയാണ്. ഡ്രൈവർ എപ്പോഴും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പോലെയാണ് ഡ്രസ് ചെയ്യാന്ന് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ എങ്ങനെ ഹെയർ ഡ്രസ് ചെയ്യണം അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഡ്രൈവറും ഡ്രസ് ചെയ്യും. അങ്ങനെ ഒരിക്കല് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഡ്രൈവർ വല്ലാത്തൊരു മോഹം, നല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കൂടെ ആളെ എന്നും പോകുമ്പോഴും കാറിലുണ്ടാവും, പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ആൾ ബാക്കിലേക്കുണ്ടാവും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രസന്റേഷൻ ചെയ്യുന്ന ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഡ്രൈവർ ഒരിക്കലും ആൽബർട്ട് ഐൻസ്റ്റീനോട് ചോദിച്ചു, സർ ഐ ആം ലുക്കിംഗ് ജസ്റ്റ് ലൈക്ക് യു ബിക്കോസ് ഐ ആം ഡ്രസ്ഡ്, നിങ്ങളെ പോലെ തന്നെ ഞാൻ ഡ്രസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹെയർ സ്റ്റൈൽ നോക്കിയാൽ വേറൊരാൾക്കും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ്സ് ഷാൽ ഐ ഡു ദി പ്രസന്റേഷൻ ഓൺ ബിഹാഫ് ഓഫ് യു ഇൻ സം ഒക്കേഷൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നിങ്ങൾക്ക് ചെയ്യാൻ കോൺഫിഡന്റ് ആണോ? ആർ യു കോൺഫിഡന്റ് എനഫ് ടു ഡു ദാറ്റ്? എന്നാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു പ്രാവശ്യം ചാൻസ് കൊടുക്കുകയാണ് ഈ ഡ്രൈവർക്ക്. അങ്ങനെ പോകുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ വന്നിട്ട് ഡ്രൈവറിന്റെ സീറ്റിലിരിക്കണം. ആൽബർട്ട് ഐൻസ്റ്റീൻ വണ്ടി ഓടിക്കണം, മറ്റാൾ അപ്പുറത്തിരിക്കണം. അവിടെ ചെന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഡ്രൈവർ ഇറങ്ങി, എല്ലാവരും സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഡ്രൈവർ മെസ്സേജ് കൊടുക്കുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ. ആ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനുള്ള അടുത്ത സ്റ്റെപ്പാണ് ചോദ്യോത്തരവിള. അങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഡ്രൈവറോട് ഓരോരുത്തർ ചോദിക്കുകയാണ്. ചോദ്യങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വന്നപ്പോൾ അത്രയും നമുക്ക് തറോ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരേ ചോദ്യങ്ങൾ വരുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഡ്രൈവർ, ഓ ദാറ്റ്സ് വെരി സിമ്പിൾ, ഈവൻ മൈ ഡ്രൈവർ ക്യാൻ റിപ്ലൈ ഓൺ ദാറ്റ് എന്ന് പറയും. അപ്പോൾ പക്ഷേ നമുക്ക്, ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അതിനേതായിട്ടുള്ള നല്ലൊരു രീതിയിൽ വേറെ ആരെങ്കിലും കോപ്പി ചെയ്തിട്ട് നമുക്ക് സംസാരിക്കുക, വേറെ ആളെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ അതാണ്. അപ്പൊ ഈ ഇതിൽ സി ഡി തന്നിട്ടുള്ളത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. അതെടുക്കുക, അതിലുള്ള കുറെ കഴമ്പുകൾ നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് ഈ ദ്വിചേംബർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരേപോലെയുള്ള ചിന്താഗതിയുള്ള കുറെ യുവാക്കളും യുവതികളും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ദ്വിചേംബറിന്റെ ഏറ്റവും വലിയ ഒരു ചാപ്റ്റർ എന്ന് പറയുന്ന ഒസാക്ക, ജപ്പാനിലുള്ള ഒരു ചാപ്റ്ററാണ്. 1000-ഓളം വരുന്ന യുവാക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചാപ്റ്റർ. 1000 പേരോളം ഉണ്ട് ഒരു ചാപ്റ്ററിൽ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഒസാക്കയിലെ ഒരു മെമ്പേഴ്സിനോട് ചോദിച്ചു, നമ്മൾ ഇന്ത്യയിലൊക്കെ നമുക്ക് അറിയാലോ, ബോംബെയിലൊന്നും ചാപ്റ്ററുകൾ വളരെ സ്ട്രോങ് ആയിട്ടില്ല, ഡൽഹിയിലില്ല. അപ്പൊ നമുക്ക് എപ്പോഴും മെട്രോപൊളിറ്റൻ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ചാപ്റ്ററിന് വളരെ സ്ട്രെങ്ത് കുറവാണ്. അപ്പൊ ഒസാക്ക പോലെയുള്ള സ്ഥലത്ത് എങ്ങനെ 1000 പേരെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് വളരെ അതിശയം തോന്നി. ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ മെമ്പേഴ്സിനെ ഇങ്ങനെ ഇത്രയ്ക്കും നല്ല രീതിയിൽ പിടിച്ചു നിർത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വി ഷുഡ് ഐഡന്റിഫൈ അവർ സ്ട്രെങ്ത്. നമുക്ക് നമ്മളുടെ സ്ട്രെങ്ത് തന്നെ നമുക്ക് മനസ്സിലാവണം. എന്തിനാണ് നമ്മൾ കുറെ ചെറുപ്പക്കാർ ഒരുമിച്ച് ചേരുന്നത്? നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ വേണ്ടേ? എല്ലാവരും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 പേര് $1 ഇട്ടാൽ പോലും ഞങ്ങൾക്ക് വലിയൊരു ആളെ കൊണ്ടുവരാൻ സാധിക്കും. അത്രയും വലിയൊരു കാര്യങ്ങൾ. അപ്പോൾ അവർ എല്ലാ മാസവും നല്ല ടോക്സും നല്ല മോട്ടിവേഷനും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരുടെ കോൺട്രിബ്യൂഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ടീമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ദ്വിചേംബർ പ്രസ്ഥാനം എന്ന് പറയുന്നത് പല ഭാഗങ്ങളിലും സോൺ 20 വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. 2005 അതിൽ സോൺ പ്രസിഡന്റ് ആയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ ഒരു ചെറിയൊരു വ്യത്യാസം തോന്നുന്നതെന്ന് വെച്ചാൽ
വല്ലാത്ത ഭയഭക്തി ബഹുമാനം എല്ലാവർക്കും കൂടിയിട്ടുള്ളത്. അത് എനിക്ക് വല്ലാത്തൊരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട്. അതില്ലാതെ നമ്മുടെ സോൺ 20-യിലെങ്കിലും എനിക്ക് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം നിങ്ങൾ തരണം. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വളരെയധികം സന്തോഷം. സോൺ 20 വളരെ നല്ല രീതിയിൽ നമ്മുടെ സോൺ പ്രസിഡന്റ് നേതൃത്വത്തിലും സോൺ ഡയറക്ടർ ട്രെയിനിങ്ങിന്റെ ഈ ട്രെയിനിങ് ഇടപെടലുകൾ കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുള്ള ട്രെയിനേഴ്സിന്റെ ആ മിടുക്ക് കൊണ്ടും നല്ല രീതിയിൽ പോകുന്നു. ഇനിയും നമ്മൾ ഉയരങ്ങളിലേക്ക് പോകണം. കൂടുതൽ ചെറുപ്പക്കാരെ നമുക്ക് ഇമ്പാക്ട് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ സമൂഹത്തിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ആയിട്ട് ചെയ്യാൻ ഈ ഒരു ട്രെയിനിങ് കൂടി നമുക്ക് ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ 2 ദിവസങ്ങളിൽ പഠിച്ച ഈ ട്രെയിനിങ് അപ്ഡേറ്റ്സ് കിട്ടിയ അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.